നമസ്കാരം, നവമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ ബിരിയാണിയാണ്. ഒരാൾക്ക് 30 രൂപ ചെലവിൽ ആർക്കും തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ബിരിയാണി റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. ബിരിയാണി റൈസ് തയ്യാറാക്കിയിരിക്കുന്നത് ബിരിയാണി കിറ്റ് ഉപയോഗിച്ചിട്ടാണ്. പിന്നെ നമ്മളിത് ചോറും ചിക്കനും സെപ്പറേറ്റ് ആയിട്ടാണ് സെർവ് ചെയ്യുന്നത്. ഇതിനി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന ചിക്കനാണ് ഇത്. ആദ്യം ഒരു മാരിനേഷൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു ബോൾ എടുക്കാം. അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സാക്കിയ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇനി ചിക്കൻ പീസ് എല്ലാം ഇട്ട് കൊടുത്ത് നന്നായി മസാല അതിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഇതിനി 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്കിത് വറുത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ സമയം കൊണ്ട് തന്നെ അരിയും കുതിർക്കാൻ വേണ്ടിയിട്ട് ഇടാം. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബിരിയാണി കിറ്റാണ്. ഇത് നമുക്ക് പല ബ്രാൻഡിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മളിവിടെ വിജയ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് വാങ്ങിയിരിക്കുന്നത്. ചാലക്കുടിയിൽ പോയപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ വാങ്ങിച്ചതാണിത്. ഇതിന് 89 രൂപയെ വില വരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ എന്തെല്ലാം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒരു പാക്കറ്റ് അരിയുണ്ട്. ഇത് 700 ഗ്രാം ബസുമതി അരിയാണുള്ളത്. പിന്നെ ഇതിൽ കശുവണ്ടി, കിസ്മിസ്, മസാലക്കൂട്ട് എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് അതിനകത്ത്. പിന്നെ ഇതിൽ ചെറിയൊരു പാക്കറ്റ് 6 kg നെയ്യുണ്ട്, ഒരു പാക്കറ്റ് ഡാൽഡ, പിന്നെ ബിരിയാണി എസൻസ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ കിറ്റിൽ ഉള്ളത്. 7 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് റൈസ് ഉണ്ടാവുക. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അരി കുതിർക്കാൻ വയ്ക്കാം. ഇവിടെ ഒരു പാക്കറ്റ് അരി മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകിയ ശേഷം 30 മിനിറ്റ് കുതിരാൻ വേണ്ടി വയ്ക്കാം. അതിനുശേഷം അത് ഊറ്റിയെടുത്ത് വെക്കണം. ഇനി നമുക്ക് ചിക്കന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 3 വലിയ സവാള ഇതുപോലെ നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, വെളുത്തുള്ളി, ഒരു വലിയ കുടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ വെളുത്തുള്ളിയാണിത്, അതുകൊണ്ടാണ് ഇത്ര എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 പച്ചമുളക്. ഇത് 3 കൂടെ നമുക്ക് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. പേസ്റ്റ് ആക്കിയാലും കുഴപ്പമില്ല. പിന്നെ 2 വലിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് പൊടികളായിട്ട് മല്ലിപ്പൊടി വേണം. അത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഓയിൽ. നമ്മുടെ ചിക്കൻ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ പാൻ അടുപ്പത്ത് വയ്ക്കാം. നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഓയിൽ നന്നായി ചൂടായ ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് 2 സൈഡും ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ചിക്കൻ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെയും എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് ഈ ഓയിൽ തന്നെയാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് പച്ചമണം മാറുന്നവരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. നല്ലപോലെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ സവാള നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ചേർത്ത് കൊടുത്ത ശേഷം ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ തന്നെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലപോലെ മൂത്ത് വന്നാൽ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം.
തക്കാളി നല്ലപോലെ വെന്തുടഞ്ഞ് വരണം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം നല്ലപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3/4 കപ്പോളം തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി മൂടി വെച്ച് എൻ്റെ എണ്ണ തെളിയും വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ നമ്മുടെ മസാല നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കിയ ശേഷം നമുക്കിനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് മറ്റൊരു അടുപ്പിൽ അരി വേവിക്കാനുള്ള വെള്ളം വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പിടാം. ഉപ്പ് എപ്പോഴും കുറച്ച് മുന്നിട്ട് നിൽക്കണം, എന്നാൽ മാത്രമേ ചോറിലേക്ക് കറക്റ്റായിട്ടുള്ള ഉപ്പ് പിടിക്കുകയുള്ളൂ. നമുക്കിതിലേക്ക് മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. അതിൽ പാക്കറ്റിൽ തന്നെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. നമുക്കിനി ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ചിക്കൻ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അവസാനമായി ഇതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിത് മൂടി വയ്ക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വെള്ളം, അരിക്കുള്ള വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇതിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്. അത് മാത്രമല്ല അരികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടുകയും ചെയ്യും. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചോറ് നല്ലൊരു ഗ്ലേസിങ് കൊടുക്കും. ഞാനിവിടെ അരി മുഴുവൻ വേവിലാണ് എടുക്കുന്നത്. കാരണം ഇതിന് ദമ്മൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് ലെയർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളിത് ഊറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് ഡാൽഡ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നെയ്യും ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സവാള എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായി തിരുമാം. ഇങ്ങനെ ചെയ്യുന്നത് സവാള ഒരുപോലെ ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല സവാള അരിയുമ്പം വളരെ ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിനി ഡാൽഡയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി ഫ്രൈ ആക്കി എടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം, എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ. പിന്നെ ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ ഉടൻ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് ഒന്നും കൂടെ ക്രിസ്പി ആയിട്ട് കിട്ടും, നിറവും കിട്ടും അതിന്. ഇനി ഇതിലേക്ക് കശുവണ്ടിയും കിസ്മിസും വറുത്തെടുക്കാം. ആദ്യം കശുവണ്ടി ചേർത്ത് കൊടുക്കാം. കശുവണ്ടി 1/4 ഭാഗമായി കഴിയുമ്പോൾ അതിലേക്ക് കിസ്മിസും ഇട്ട് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഞാൻ കുറച്ച് സ്പൈസ് മാറ്റി വെച്ചിരുന്നു, അതും ഈ എണ്ണയിലേക്ക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ചോറിലേക്ക് ലെയർ ചെയ്യണ സമയത്ത് അതും കോരി മാറ്റാം. ഇപ്പം നമ്മളെല്ലാം റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ചോറും സവാള ഫ്രൈ ചെയ്തതും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറൊന്ന് ലെയർ ചെയ്യാം. അതിനു മുമ്പ് ആദ്യം കുറച്ച് വെള്ളം എടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് ഓപ്ഷണലാണ്, കളർ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഇതിലേക്ക് എസൻസ് ഇട്ടിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ആദ്യം കുറച്ച് ഓയിൽ, നമ്മൾ സവാള കശുവണ്ടിയൊക്കെ വറുത്ത ഡാൽഡയും നെയ്യും ഉണ്ടല്ലോ, അത് ഇത്തിരി ഒഴിച്ചു കൊടുക്കുക. അതിന് മേലേക്ക് കുറച്ച് സവാള കശുവണ്ടിയൊക്കെ വിതറാം. പിന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താണ്, അതും വിതറി കൊടുത്തിട്ടുണ്ട്. അതിന് മേലേക്ക് ചോറിട്ട് കൊടുക്കാം. അതിന് മേലെ വീണ്ടും ആ ഡാൽഡ നെയ്യ് മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതും എസൻസ് കലക്കിയതും കൂടെ ഒഴിച്ചു കൊടുക്കാം. മേലെ വീണ്ടും ക്യാരറ്റ്, സവാള, കശുവണ്ടി, കിസ്മിസ് എല്ലാം ചേർത്ത് 3 ലെയറായിട്ട് ഇത് ചോറ് മുഴുവനായിട്ടും ലെയർ ചെയ്തെടുക്കാം. ഇതിനകത്ത് മല്ലിയില, പുതിനയിലയൊക്കെ ചേർക്കാവുന്നതാണ്. ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല, എങ്കിൽ തന്നെയും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ. അപ്പം നമ്മുടെ ചോറ് മുഴുവൻ ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ ബിരിയാണി തയ്യാറാണ്. നമുക്ക് സർവിങ് ഡിഷിലേക്ക് മാറ്റാം.
ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസും ചിക്കൻ ഡിഷുമാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായി വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി. അതുവരേക്കും ബൈ. താങ്ക് യു.